വിഷ്ണുമായ കനിഞ്ഞരുളും പൊന്മഠം വിഘ്നേശ്വര സോദരൻ കുടിക്കൊള്ളുമിവിടം വിശ്വം നിറഞ്ഞു നിൽക്കും ആദിമക്ഷേത്രം വിശ്വാസികൾക്കെന്നും അഭയമേകും സന്നിധാനം കാട്ടുകിഴങ്ങിൽ ജാതനായി ഭഗവാൻ കാരുണ്യാമൃതമേകും പൊന്നുണ്ണിമായ കാനനത്തിലാറാടി വളർന്നൊരീശൻ ഷൺമുഖമഠത്തിലെ പൊന്നു തമ്പുരാൻ ഷൺമുഖമഠത്തിലെ പൊന്നു തമ്പുരാൻ. ഷൺമുഖമഠം കുട്ടിച്ചാത്തൻ മാഹാത്മ്യം. പൂജാകർമ്മ മുഖേന ഉദ്ദിഷ്ട കാര്യസിദ്ധി, അനേകം തലമുറകളുടെ കർമ്മസിദ്ധി, സർവമതസ്ഥർക്കും അനുഗ്രഹം, അഭയമേകുന്ന അപൂർവ തേജസ്, കർമ്മഫലം നൽകുന്ന പുണ്യസങ്കേതം, വിശ്വാസികളുടെ വിളി കേൾക്കുന്ന ചൈതന്യം, അത്ഭുത സിദ്ധികൾ വിളങ്ങുന്ന സന്നിധാനം, ഉദ്ദിഷ്ട കാര്യസിദ്ധിയിൽ സന്തോഷകരമായ അനുഭവം. രക്ഷാധികാരിയുമായി അഭിമുഖം. ചാത്തൻ സ്വാമിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? രക്ഷയ്ക്കും ശിക്ഷയ്ക്കും മുക്തിക്കും ഉടയോനായി ഒരു പരദേവത. കൂളികുന്നൻ കാനനത്തിലെ മലയസുന്ദരി കൂളിവാക വളർത്തിയ പാർവതി പരമേശ്വരപുത്രൻ പൊന്നുണ്ണിച്ചാത്തൻ. മായയാൽ വിഷ്ണുരൂപത്തിൽ കൈലാസത്തിലെത്തി ശ്രീപരമേശ്വരനെ വന്ദിച്ചതിനാൽ വിഷ്ണുമായ എന്ന പേരിലറിയപ്പെടുന്ന വിഷ്ണുമായ ചാത്തൻ. തീയിലെരിയാത്ത, കാറ്റിലുലയാത്ത, വെള്ളത്തിലലിയാത്ത മന്ത്രതന്ത്രങ്ങളുടെ പരദേവത. ചെമ്പനെന്ന പോത്തിന്റെ പുറത്തേറി പോത്തിൻ കൊമ്പിൽ മാന്ത്രിക കുറുവടികളാൽ തട്ടിക്കളിച്ച് ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച് ജൈത്രയാത്ര നടത്തുന്ന തേവർക്കിടാത്തൻ. കാട്ടാന, കരടി, പുലി, ചെന്നായ, ചെമ്പുലി എന്നീ രൂപങ്ങളിൽ ഒരു ഞൊടിക്ക് ഒരു കോടി വേഷം മാറുന്ന മായാചാത്തൻ. വിളിച്ചാൽ വിളിപ്പുറത്തും ഞൊടിച്ചാൽ ഞൊടിപ്പുറത്തും കണ്ണിലുണ്ണിയായി പ്രത്യക്ഷപ്പെടുന്ന പൊന്നുണ്ണിമായ. ഭക്തിപൂർവം പ്രാർത്ഥിച്ച് വിളിച്ചപേക്ഷിച്ചാൽ കീഴ്മേൽ നോക്കാതെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുന്ന ഭഗവാൻ ചാത്തൻ സ്വാമി. കൈലാസനാഥനെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും അറിയാം. ആരാണ് ചാത്തൻ? ഗണപതിയും മുരുകനും പോലെ ശിവപാർവതിമാരുടെ മറ്റൊരു മകനാണ് ചാത്തൻ. പാർവതി പരമേശ്വരന്മാരുടെ പുത്രനാണ് ചാത്തനെങ്കിലും കന്യകയായ കാട്ടുപെണ്ണ് കൂളിവാകയാണ് ചാത്തനെ മുലയൂട്ടി വളർത്തിയത്. മറ്റു ദേവന്മാരിൽ നിന്നും എന്തു പ്രത്യേകതയാണ് ചാത്തനുള്ളത്? കാലിക്കിടാത്തനായി കാട്ടിൽ വളർന്ന ചാത്തന് പല കാട്ടു സ്വഭാവങ്ങളുമുണ്ട്. ധർമാധർമ്മങ്ങൾക്ക് ഒരു സ്ഥാനവും കൊടുക്കാറില്ല. സഹായം ആവശ്യപ്പെടുന്നവരെ ന്യായവും അന്യായവും നോക്കാതെ സഹായിക്കും. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കില്ല. ഭക്തന്റെ ഏതാവശ്യത്തിനും കൂട്ടുനിൽക്കും. ചാത്തനോട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുക? എന്തും ആവശ്യപ്പെടാം. അത് നല്ലതോ ചീത്തയോ ധർമ്മമോ അധർമ്മമോ ആവട്ടെ, ചാത്തൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തന്നിരിക്കും. മറ്റൊരു ദൈവത്തിനുമില്ലാത്ത സ്വഭാവമല്ലേ ഇത്? അതെ, ഭക്തനു വേണ്ടി ന്യായത്തിനു മാത്രമല്ല അന്യായത്തിനും ചാത്തൻ സ്വാമി കൂട്ടുനിൽക്കും. ഈ സ്വഭാവം മറ്റൊരു ദേവനുമില്ല എന്നത് ശരി തന്നെയാണ്. കുട്ടിച്ചാത്തന്മാരുടെ അവതാരം എങ്ങനെയാണ്? ചാത്തൻ സ്വാമിയും ഭൃംഗാസുരനുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭൃംഗാസുരന്റെ ഒരസ്ത്രം ഭഗവാൻ ചാത്തൻ സ്വാമിയുടെ പെരുവിരലിൽ തുളച്ചുകയറി. മുറിവേറ്റ ചാത്തന്റെ പെരുവിരലിൽ നിന്നും 10 തുള്ളി ദിവ്യരക്തം ഭൂമിയിൽ പതിച്ചു. നിലത്ത് വീണ വിശുദ്ധമായ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഉഗ്രശക്തിയുള്ള കുട്ടിച്ചാത്തന്മാർ അവതാരമെടുത്തു. ചാത്തന്റെ സാന്നിധ്യം ഉള്ളിടത്തെല്ലാം കാഴ്ചയിൽ ഒരേപോലെയുള്ള ഈ കുട്ടിച്ചാത്തന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. കേരളത്തിൽ ആദ്യമായി ചാത്തൻ പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? കോന്നൻ മുത്തപ്പനെന്ന മഹായോഗി കൂളികുന്നൻ കാനനത്തിൽ കഠിന തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി തൃശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകര ദേശത്ത് തന്റെ ഗൃഹത്തോട് ചേർന്നുള്ള
മഠപ്പുരയിൽ പ്രതിഷ്ഠിച്ചു. കോന്നമുത്തപ്പന്റെ പിൻഗാമികളെ പരിചയപ്പെടുത്താമോ? ഇറ്റാമൻ മുത്തപ്പൻ, ഗോവിന്ദൻ മുത്തപ്പൻ, രാമനുണ്ണി മുത്തപ്പൻ, വേലുച്ചാമി വെളിച്ചപ്പാട്, കോന്നൻ രണ്ടാമൻ, കൃഷ്ണൻ മുത്തപ്പൻ, വേലുക്കുട്ടി മുത്തപ്പൻ, കൃഷ്ണൻ സ്വാമി മുത്തപ്പൻ, ഷൺമുഖസ്വാമി. ഷൺമുഖസ്വാമിയുടെ പിൻഗാമി ആരാണ്? വിഷ്ണുദാസിനെയാണ് തെരഞ്ഞെടുത്തത്. പെരിങ്ങോട്ടുകര ഷൺമുഖമഠം പ്രസിദ്ധമാണ്. ഇവിടുത്തെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഷൺമുഖമഠത്തിൽ ഷൺമുഖസ്വാമിയെയും ചാത്തൻ സ്വാമിയെയും 390 കുട്ടിച്ചാത്തന്മാരെയും കരിങ്കുട്ടിച്ചാത്തനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടിച്ചാത്തന്മാരുടെ സങ്കേതമായതിനാൽ കുട്ടിച്ചാത്തൻ ക്ഷേത്രം എന്ന പേരിലും ഇവിടം അറിയപ്പെടുന്നു. എന്താണ് പത്മക്കളം? ചാത്തൻ സ്വാമിയുടെ അനുഷ്ഠാന പൂജാക്രമമാണ് പത്മക്കളം. വെള്ളിയാഴ്ച വീതകലശവും പുഷ്പാഞ്ജലിയും, പൗർണമി അമാവാസി ദിനങ്ങളിൽ കരിങ്കുട്ടിക്കും 390 കുട്ടിച്ചാത്തന്മാർക്കും ചെങ്കുരുതിയും കരിങ്കുരുതിയും നടത്തുന്നു. കോന്നമുത്തപ്പനിൽ നിന്ന് തലമുറകൾ കൈമാറി ഷൺമുഖസ്വാമിയിലൂടെ വിഷ്ണുദാസിന്റെ കുടുംബത്തിലെത്തി നിൽക്കുന്ന ദീർഘകാല ചരിത്രത്തിൽ ഷൺമുഖമഠത്തിന് അതിശ്രേഷ്ഠമായ സ്ഥാനമാണുള്ളത്. ചാത്തൻ സ്വാമിയെ പ്രാർത്ഥിച്ച് ഉദ്ദിഷ്ട കാര്യസിദ്ധി ലഭിച്ച സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി ഭക്തന്മാരുടെ നിലയ്ക്കാത്ത പ്രവാഹമാണിവിടെ. ഷൺമുഖമഠം, കരുവംകുളം, PO, പെരിങ്ങോട്ടുകര, തൃശൂർ. ഫോൺ 0487227534 227535. വിഷ്ണുമായ കനിഞ്ഞരുളും പൊന്മഠം, വിഘ്നേശ്വര സോദരൻ കുടിക്കൊള്ളുമിവിടം, വിശ്വം നിറഞ്ഞു നിൽക്കും ആദിമക്ഷേത്രം, വിശ്വാസികൾക്കെന്നും അഭയമേകും സന്നിധാനം, വിഷ്ണുമായ കനിഞ്ഞരുളും പൊന്മഠം.